ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളില്ലേ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വായിലിട്ട് അലിഞ്ഞു പോണ പോലത്തെ ഒരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ബൂന്തൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ലഡു ഉണ്ടാക്കണത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ലഡുവിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ഇന്നൊരു ബേസൻ ലഡു ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേസൻ ലഡു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ, നമ്മൾ കടലപ്പൊടി കൊണ്ടിട്ടാണ് ഇന്ന് ലഡു ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേഗം തന്നെ കിച്ചണിലേക്ക് പോകാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിലാണ് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി ആണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് ഈ കപ്പിന് 2 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കപ്പ് 250 ഗ്രാമിൻ്റെ മെഷറിങ് കപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നെയ്യുടെ അകത്തേക്ക് നമ്മുടെ കടലപ്പൊടി വീഴുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടയായി പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഈ കട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ സമയമെല്ലാം നമ്മുടെ അടപ്പിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറവിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കയ്യിലൊന്ന് മാറ്റിയെടുത്തു കേട്ടോ. നേരത്തെ എടുത്ത കയ്യിലുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊരു മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിച്ചാണ് കേട്ടോ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു 30 മിനിറ്റ് സമയമെങ്കിലും നമ്മളിത് ഏറ്റവും കുറവ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് ഇതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറി ഇത് പാകത്തിനായി വരുമ്പോൾ ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരും കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് സമയമാണ് എനിക്ക് ഇതായി വരാൻ എടുത്തത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് കട്ടയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ കയ്യിലുകൊണ്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ കടലമാവിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വരണുണ്ട് കേട്ടോ. കടലമാവ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയം ഞാൻ അടപ്പ് ഓഫാക്കി കേട്ടോ. അടപ്പ് ഓഫാക്കിയ ഉടനെ തന്നെ നമുക്ക് ഈ കടലമാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. ദേ കണ്ടോ, ഞാൻ എല്ലാ മാവും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കടലപ്പൊടി നമ്മളിങ്ങനെ വറുത്തൊക്കെ എടുത്ത് ഈ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം ഇതിൽ ആ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് കണ്ടോ, നെയ്യ് നന്നായിട്ട് തെളിഞ്ഞ് വന്നേക്കണം കേട്ടോ. നെയ്യ് നമ്മളിത് കഴിഞ്ഞപ്പോഴത്തേന് ഇത്ര അധികം നെയ്യ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ തന്നെ ഇങ്ങനെ ഇരുന്ന് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂട് ആറിന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നമ്മൾ കടലപ്പൊടി എടുത്ത ആ കപ്പിന് 1 കപ്പാണ് കേട്ടോ പഞ്ചസാര എടുത്തത്. 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കപ്പൊടി ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ച് വരുന്തോറും ഇതിനകത്ത് നെയ്യെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഏത് വലിപ്പമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ കുട്ടികൾക്കെല്ലാം നമുക്ക് ഈ ഒരു ലഡു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ.
ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യൂസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ബേസൻ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മുടെ വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോണ അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡു ആണ് കേട്ടോ. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂലേ? അപ്പൊ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശരിക്കില്ലേ, നമ്മുടെ ഒരു പേടയുടെ ഒക്കെ ഒരു പേടയൊക്കെ നമ്മൾ കഴിക്കില്ല, അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.